നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? ജ്യൂസിന് ഇപ്പൊ എത്ര രൂപയാവും? ജ്യൂസിനൊന്നും 50 റുപ്യ ജ്യൂസിന്. ഒരു കാര്യം ചെയ്യാം, ഞാൻ 50 തരാം. എന്റെ 50 ഞാനും തരാം. അന്നങ്ങൾ 2 പൈസ ചെത്തി തരും. ചായ വേണോ? ഒരു ചായ പഞ്ചാര ഇടാതെ. ചായയിൽ ആൾക്ക് പഞ്ചാര വേണ്ട. ഒരു 3 ജ്യൂസ്. 3 ജ്യൂസിന് 150 ആണ്. ഇത് 100 ഉള്ളല്ലോ. ഇതൊന്ന് വായിച്ചാൽ മതി. 4 മണിക്കൂറും ഫോണിൽ പഞ്ചാര അടിച്ചു വേണ്ട. 2 ചായ. എന്റെ കയ്യിൽ പൈസ ഇല്ല, ദൈവത്തെ ഓർത്ത് നാറ്റിക്കരുത്, 2 ജ്യൂസ് 3 ആക്കി തരണം. അവിടെ എന്താ കഴിക്കാൻ വേണ്ടത്? പൊറോട്ട ഉണ്ടോ? പൊറോട്ട അല്ല, പഴംപൊരി, ഉണ്ട, സമൂസ. ഞാൻ ഇപ്പൊ ചായ കുടിച്ചാൻ വേണ്ടി ഇരിക്കാനേ. നീ ചായ കുടിച്ചോ? എന്താ പറ്റി കാട്ടെ? 2 പഴംപൊരി, ഒരു ചായ. എത്ര ജ്യൂസാ പറഞ്ഞത് പാടൂട്ടെ? എന്നിട്ട് എന്താ 2 ജ്യൂസ് 3 ആക്കണു? ജ്യൂസ് കൊണ്ടാ പൈസ അടിക്കാം. ഒറ്റ കുടിക്കാല്ലേ? പണ്ടാർക്ക് വീട്ടിലുണ്ടെങ്കിൽ പോനിക്കും വേണ്ടി നിൽക്കണോ? വെള്ളത്തിന് ഷുഗർ ഉണ്ട്, വയസ്സായിക്കണോ? എന്താണ് ഞാൻ എന്റെ മെന്നേനെ പറയാം പഴംപൊരി ചായ കുടിക്കും. ഇതെന്താ 250? ഒരു 50 കൂടി വേണ്ടേ? അത് സ്ഥലം 550 അല്ലേ? അത് പോട്ടെ, എടുത്തോട്ടെ, പാവങ്ങളല്ലേ, നമുക്ക് പോവാം. അത് വിട്ടാ പറ്റൂല. 50 കൂടി കാണിക്കാം. നമ്മളാ പൂവിന്റെ വൈക്കേ ഒരു പട്ടി ചീഞ്ഞ് നാറിങ്ങാണ്ട് പീക്കളൊക്കെ നോഞ്ഞില്ലേ, ഭയങ്കര നാട്ടത്. പൊയ്ക്കട്ടെ, വാണ്ടി ഉണ്ടായിരുന്ന 150 ആണ്. ആ പിച്ചകാശം നമുക്ക് വേണ്ട, അത് പോന്നാണി. അല്ലേ വേണ്ട, ഇജ്ജ് കഴിച്ചു, ഞാൻ പോവാ. ശ്യാമേ, ഒരു 50 കൊടുത്തിട്ടില്ല കേട്ടോ. എന്താ പേരിക്കണ? എന്റെ കയ്യിൽ പൈസ ഇല്ല, ദൈവത്തെ ഓർത്ത് നാട്ടിക്കരുത്. എടുത്തോളി, പഴംപൊരി ഞാൻ ഇട്ടെടുക്കാം, ചായ തന്നെ കൊടുത്തു കേട്ടോ. 2 ജ്യൂസ് 3 ആക്കി തരണം. ഒന്നും ഇവിടെ തന്നാക്കണം. പൈസ ഇല്ലെങ്കിൽ അതാണ് പറഞ്ഞാ പോരെ, മനുഷ്യനെ നാട്ടിക്കാൻ വേണ്ടി.